എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട കാത്തലിക് മാനേജ്മെന്റുകളുടെ കേസിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് തികച്ചും വിവേചനപരവും തുല്യനീതിയുടെ ലംഘനവുമാണെന്ന് കെസിബിസി. ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി 31/7/2025 പുറപ്പെടുവിച്ച വിവേചനപരമായ ഉത്തരവിൽ കെസിബിസി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃതമായി ഒഴിവുകൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മറ്റു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നും അവ ക്രമവൽക്കരിച്ച് നൽകണമെന്നും NSSനുള്ള വിധിയിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരുന്നു. അതേ തുടർന്ന് അനുകൂലമായ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. NSS കേസിൽ സുപ്രീം കോടതി നൽകിയ വിധിന്യായത്തിൽ തന്നെ സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ വിധിന്യായം നടപ്പാക്കാമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. സമാന വിഷയത്തിൽ കെസിബിസി കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷനു വേണ്ടി കൺസോർഷ്യം ഓഫ് കാത്തലിക് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും NSSനുള്ള വിധിയും അതിനനുസൃതമായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെയും വെളിച്ചത്തിൽ കാത്തലിക് മാനേജ്മെന്റുകളുടെ അപേക്ഷ പരിഗണിക്കുമെന്ന അനുകൂല വിധി നേടുകയും ചെയ്തു. എന്നാൽ ഈ വിധിന്യായം നടപ്പാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പറയുന്നത് സുപ്രീം കോടതി ഉത്തരവ് NSSന് മാത്രം ബാധകമാണെന്നും മറ്റു മാനേജ്മെന്റുകളിൽ ഇത് നടപ്പാക്കണമെങ്കിൽ പ്രത്യേക കോടതി ഉത്തരവ് വേണമെന്നുമാണ്. NSSന് ലഭിച്ച അനുകൂല വിധി മറ്റു സമുദായങ്ങളിൽപ്പെട്ടവർക്കും സമാന സാഹചര്യങ്ങളിൽ ബാധകമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളതിനാൽ കാത്തലിക് മാനേജ്മെന്റുകളുടെ കേസിൽ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് വിവേചനപരവും തുല്യനീതിയുടെ ലംഘനവുമാണ്. സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാട് മൂലം ഇതിനകം നിയമിതരായ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല വ്യക്തിപരവും കുടുംബപരവും സാമുദായികപരവുമായ അസ്വസ്ഥതകൾക്ക് കൂടി കാരണമാകുന്നുണ്ട് എന്നും കെസിബിസി വിലയിരുത്തി. വയനാട് വിലങ്ങാട് പ്രകൃതി ദുരന്ത പുനരധിവാസത്തിന്റെ ഭാഗമായി കെസിബിസി വാഗ്ദാനം ചെയ്ത 100 വീടുകളുടെ നിർമ്മാണം വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 20ഓളം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു. 2025 ഡിസംബറോടുകൂടി മുഴുവൻ വീടുകളും പൂർത്തിയാകുമെന്ന് കെസിബിസി പ്രത്യാശ പ്രകടിപ്പിച്ചു.